ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹേമയുടെ വീടാണ് നിൽക്കുന്നത്. അവളുടെ വീട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഹേമ. അവിടെ ഇവിടെ ഹോം ടൗണിൽ വന്നപ്പോൾ കണ്ടേ, ഇതാണ് ഇവിടെ വീട്. അവിടെ അമ്മ കണ്ടേ, ഇതാണ് അമ്മ. ഹേമ ഹായ് പറ. ഏടി ഫോറസ്റ്റ് റീജിയൻ എവിടെ ആടി? ആണോ? ഓക്കെ, അവള് മലയാളം കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവള് മലയാളം സംസാരിക്കുന്നത്. അരിക്കനോട്ട് ഫ്ലവർ ആണോ? മുല്ല. അറിയാം. നമ്മുടെ പ്ലാന്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. ഇവിടെ ഈ മുല്ലയൊക്കെ എന്തിനാക്കി ഇടയ്ക്ക് നട്ടേക്കുന്നതെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അരക്കനോട്ടിൻ്റെ ഇടയ്ക്ക് മുല്ലയാണ്. ഇത് എന്തുവാ ലില്ലിയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഫ്ലവേഴ്സിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല സുഹൃത്തുക്കളെ. കാക്കിട. എന്നാ കാക്കിട. ഓക്കെ, ദൈവമേ, നാച്ചുറൽ ഫ്രൂട്ട് കാണുന്നേ. തിന്നായിരുന്നു നമ്മുടെ മെയിൻ ഹോബി. നമുക്ക് തിന്നലാണല്ലോ, തീറ്റി. ഇതൊക്കെയാണ് ഇവിടെ പ്ലേസ് ഓഫ് നൈസ്. ഒരു അപ്പൂപ്പൻ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടോ സുഹൃത്തുക്കളെ. ഹായ് അപ്പൂപ്പ. നാച്ചുറൽ ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് പോവാം. തിന്നുന്നതാണോ? ഇതാണ്ട് നാച്ചുറൽ ഫ്രൂട്ട്. ഇതാണ് ഇത്. കാണുമോ? അവിടെ ഇതാണ് ഫ്രൂട്ട്. ഞാൻ തിന്ന് കാണിക്കാം. അയ്യേ, ഒരുപാടുണ്ടെങ്കിൽ നാളെ കാണാം കേട്ടോ. ഇതൊരു അന്തത പിടിച്ചൊരു പ്ലേസ് ആണ് സുഹൃത്തുക്കളെ. നമുക്കിനി ഒരു മാംഗോ ട്രീ കാണിക്കാന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് പോവാണ് ഈ ഇടവഴിയിലൂടെ. വല്ല മാംഗോ ട്രീ ആണോ? മാംഗോ ഇല്ലല്ലോ, സീസൺ അല്ല. അതുകൊണ്ട് അടുത്ത അതിമനോഹരമായ ഒരു കാഴ്ച കാണാം. അതെന്തോന്ന് അറിയത്തില്ല എനിക്ക്. എന്തോ നിനക്ക് അറിയത്തില്ലേ? എന്തുവാ ഇത്? ഫ്ലവർ പ്ലാന്റ്. ഇതാണ് ഫ്ലവർ പ്ലാന്റ്. സേവന്തിക. ഇതാണ് സേവന്തിക. നല്ലേ? കൊള്ളാം. ഇനി വേറെ എവിടെ എന്തെങ്കിലും കാണിക്കാമോ? അതെല്ലാം നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി ആണോ? ഇത്രയും ഓൺ പ്രോപ്പർട്ടിയിൽ ആണ് ഇവർ ജീവിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇവളോട്, ഇവിടെ തന്നെ ഇവിടെയൊക്കെ വരാറുണ്ടോ? കാരണം ഒരു മനുഷ്യർ പോലും ഇല്ലാത്ത സ്ഥലം. അപ്പോൾ ഇവൾ പറഞ്ഞ് വരാറുണ്ട്, തന്നെ വരാറുണ്ട്. ഞാൻ എൻ്റെ ജോലി ആദ്യം അതായിരുന്നു, ഫാർമിംഗ് ഒക്കെ ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളിനി അടുത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ കാര്യം ചോദിച്ചു, ഇവിടെ നമ്മൾ ഒറ്റയ്ക്കൊന്നും അറ്റാക്കൊക്കെ ചെയ്തില്ലേ? അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഒരു കാര്യമേ വരില്ല, നോ വേ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. ഇവർ കൊണ്ടുപോകുന്നിടത്തോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഗേറ്റിൻ്റെ അവിടെ വരെയാണ് ഇവരുടെ പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഹേമയുടെ ഫേവറേറ്റ് പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ബൈ? വാട്ട്സ് ദ റീസൺ? How much time you spend here? 1 hour. Alone? Okay. Don't come alone, okay, this place. I feel strange. No. Like this place. That is forest. That is. പുലി ഉണ്ടോ? നമുക്കൊന്ന് പോവാം. അടുത്തൊരു ഏരിയ. Back one is there, no? We will go tomorrow, okay? Okay. Tomorrow we will. അടുത്ത അമ്മ ഇരുമയുടെ ബാഗ് കാണുന്നത്. Putting that reel you are doing a vlog. വ്ലോഗ് ഫസ്റ്റ് ടൈമാണ് സുഹൃത്തുക്കളെ ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ അറിയത്തില്ല, സ്കിൽഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ. പിന്നെ അടുത്തതിലേക്ക് പോകാം. ഞങ്ങൾ മടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇത്ര മതിയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അഭ്യർത്ഥന പ്രകാരം. നാളെ ഞാൻ ഫോറസ്റ്റ് റീജിയനിലേക്ക് പോകും. കണ്ട് ഞാൻ എൻ്റെ പേരൻസിനോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. ഫോറസ്റ്റ് റീജിയൻ അകത്തൊന്നും പോകത്തില്ല, ഞാൻ പുറത്തേ നിൽക്കും, കാരണം പുലി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം എല്ലാവർക്കും നാളത്തെ വീഡിയോ കാണണം എല്ലാവരും. ശരി, ഞാനിനി അവളുടെ ഹോം കാണിച്ചു തരാം ഗായ്സ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ പരിചയത്തിലാണ്. ഞാൻ നേഴ്സിംഗ് അല്ലേ, അപ്പം ഇവിടെ ഫസ്റ്റ് ഇയർ തൊട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിന് തക്കതായ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കണം എൻ്റെ ഈ വ്ലോഗ്. എനിക്ക് പറയാനൊന്നും അറിയില്ല. ഞാൻ ഇനി ഇവളുടെ വീട്ടിലേക്ക് പോവാം. ബൈ ഗായ്സ്, ബൈ. ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അവളുടെ വീട്ടിലേക്ക്. എവിടെയും ഉണ്ടാക്കി അയ്യോ, ആ പട്ടിക്ക് എന്തോ അസുഖമുണ്ട്. അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ പട്ടി എന്തുവാ?
She's asking why in my state you don't like it. കരയുമായിരുന്നോ? വരില്ല. ഇവിടുത്തെ ഒരു ആചാരപ്രകാരം ഇവിടെ കാല് വാഷ് ചെയ്തിട്ട് അകത്ത് കയറാള്. എനിക്ക് ഇവിടുത്തെ ഒരു ആൻറ്റി പായസം തരാമെന്ന് പറഞ്ഞു. അപ്പം കാല് വാഷ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. കോഫിയൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞേക്ക് വേണ്ട, ഞാനിപ്പോൾ കുടിച്ചതേ ഉള്ളൂ. ഇവിടെ കഴുകി വെച്ചിരുന്ന പാത്രത്തിൽ നിന്നാണ് അവരെടുക്കുന്നത്. ഇതാണ് അവരുടെ വീട്. ഹേമയുടെ അല്ല, ഹേമയുടെ അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്. ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് പൂജ. അവർക്ക് നാളെ പൂജ ഉണ്ടെന്ന് പറഞ്ഞു ഹേമ. അപ്പം പൂജയുടെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം നാളെ മുടിയൊക്കെ പിന്നെ പുറകിൽ ഇതാണ് പായസം. താങ്ക് യു സോ മച്ച്. ഇതാണ് പായസം. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. സ്ലമ്മി ആയിട്ടുള്ള പായസമാണ്. ഞാൻ തിന്നോട്ടെ. നല്ല രസമുണ്ട്. തേങ്ങക്കൊട്ടിട്ട് ഇലക്കിട്ട് നല്ല പായസം. നൈസ്. അടുത്തത് ഇവർ ബജ്ജി തന്നെ. എനിക്ക് നല്ല പൈസയാണിത്. ഇവിടെ ഭയങ്കര സ്നേഹമൊക്കെയാണ് മനുഷ്യർ. കാരണം കഴിക്കുന്ന പാത്രമൊക്കെ എന്നെ കൊണ്ട് കഴിക്കത്തില്ല. എല്ലാം അവർ തന്നെ മേടിക്കും. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹത്തിലാണ്. എൻ്റെ ലാംഗ്വേജ് ഒക്കെ ഫെമിലിയറാണ് അവർക്ക്. സോറി, ഫെമിലിയർ അല്ല അവർക്ക്. നമ്മുടെ വീട്ടിലോട്ട് പോകല്ലേ? Why is she asking? No, why you helping water like that? ഇനി അവരുടെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങൾ കാണിച്ചു തരാം. ആൻറ്റിയുടെ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ പോവാണ്. അടുത്ത വിശേഷം കാണാം. ഇതാണ് ഫാദർ ബ്രദർ ഹൗസ്. ഇവിടേക്ക് എന്നെ കുട്ടികൾ തന്നെയാണ്. ഇനി ഇവിടെ എന്താ കഴിക്കാൻ തരും നോക്കാം. ഇതാണ് ഫാദർ ബ്രദർ ഹൗസ്. Okay. She told me before. ഇതാണ് ഹേമയുടെ അമ്മ. ഹേമയുടെ ഓൺ ഗ്രാൻഡ്മദറാണ്. അച്ഛൻ്റെ അമ്മയാണിത്. ഹായ്. നന്ദു ഡോണ. നീനു നിಂದು ಹೆಸರೇನು? ಲಕ್ಷ್ಮಮ್ಮ. ಓಕೆ. Bro, akka tangi ಆಗಿದ್ದಾರೆ. We are looking like sisters. Yes. Only color change. ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോ? കളർ ചേഞ്ച് എന്ന്. കളർ പ്രോ അമ്മച്ചി. ನೀನು ಕಲರ್ ಚೇಂಜ್ ಅಂದ್ರಲ್ಲ, ಇಷ್ಟೊಂದೆಲ್ಲ ಕಂಡಿಗೆ ಗೊತ್ತಂತ ಕೇಳ್ತಾಳ. ಇಷ್ಟೊಂದು ವಯಸ್ಸಾಗುತ್ತೆ, ಇಷ್ಟೊಂದು ಕಂಡಿಗೆ ಗೊತ್ತಂತ ಕೇಳ್ತಾಳೆ. ಇದು ಸ್ವಲ್ಪ ಬೆಳೆದೈತೆ. എന്നെ അടച്ച് ആക്ഷേപിച്ച് ഗൈസ്. ഞാൻ കറുത്തിരിക്കാതെ വെളുത്തിരിക്കും. ഊട്ട മാറി ആണോ ഗൈസ്? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ടാറ്റാ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഹേമയുടെ വീട്ടിലോട്ട്. പക്ഷേ പ്രകാശം പോയി. എല്ലാവരും അവളുടെ വീട് നല്ല രീതിയിൽ കാണിക്കായിരുന്നു. ഓ, ദിസ് ഈസ് ആ ഹോം. ഓക്കെ, ഇതാണ് അവളുടെ ഹോം. ഇതാണ് അവളുടെ വീട്. അവിടെ അവളുടെ എരുമയൊക്കെ നിൽപ്പുണ്ട് അവിടെ. ഇതാണ് അവളുടെ വീട്. ഇവിടെ അമ്മയാണ്. ഹായ് ആൻറ്റി. ഇതാണ് അവളുടെ അടുക്കള. ഇതാണ് അടുക്കള. ഇവിടെയാണ് പാചകം ചെയ്യുന്നത്. ഓക്കെ, ഇനി അവളുടെ ബെഡ്റൂം. ഇതാണ് പൂജാമുറി. ഇതാണ് വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ ബെഡ്റൂമിൽ ലൈറ്റ് ഉണ്ട്. ഇതാണ് ബെഡ്റൂം. ഇപ്പം സംടൈം ഞാൻ അവരോട് സ്പെൻഡ് ചെയ്യണം. ബൈ. ഇപ്പോൾ ഹേമയുടെ വീട്ടിൽ ഇന്ന് രാത്രി ആയിരിക്കുകയാണ്. രാത്രിയിലുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. കണ്ട ഹേമ എനിക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്നും ഞാൻ അരുമയുടെ മേക്ക് കുടിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് അരുമയുടെ പാൽ കുടിക്കാൻ പോകുന്നത് ഗൈസ്. അതുപോലെ തന്നെ റാഗി മുത്ത അത് ഉണ്ടാക്കുവാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഹേമയുടെ വീട്ടിൽ ഇന്ന് രാത്രി ആയിരിക്കുകയാണ്. രാത്രിയിലുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. കണ്ട ഹേമ എനിക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്നും ഞാൻ അരുമയുടെ മേക്ക് കുടിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് അരുമയുടെ പാൽ കുടിക്കാൻ പോകുന്നത് ഗൈസ്. അതുപോലെ തന്നെ റാഗി മുത്ത അത് ഉണ്ടാക്കുവാണെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് റാഗി മുത്ത ഉണ്ടാക്കുന്നത്. നല്ല ബെനിഫിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. കാൽഷ്യത്തിൻ്റെയും അയൺ റിച്ച്, പിന്നെ സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള
ഇതെന്തുവാ? സാമ്പാർ. സാമ്പാർ. ഓക്കെ, ഇതാണ് സാമ്പാർ. സൊപ്സാറ്, സൊപ്പു. സൊപ്പ് സൊപ്സാറ്. സൊപ്സാറ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞു ഗൈസ്. TV കണ്ടുകൊണ്ട് കഴിക്കാം. ഓക്കെ ഗീ ഇച്ചിരി ഗീ എൻ്റെ കൈ താടി. നല്ല അങ്ങനെ കടല തന്നിട്ടുണ്ട്, റൈസും എന്തുവാ സാമ്പാറും ഒരു തന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നാളെ ആവട്ടെ ഗൈസ്. ബൈ. ഇന്ന് ഞാൻ പാലും കൂടെ കുടിച്ചിട്ട് കിടന്നുറങ്ങും. അതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ ബൈ.